ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷമൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇനി വരുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഒരു ഇൻട്രോ പോലെ നമുക്ക് ആ ദിവസത്തെ എപ്പിസോഡുകളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറി വീഡിയോസൊക്കെ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തെ ഒരു വിശേഷത്തിലോട്ട് തന്നെ പോവാം. കാറ്റത്തെ കിളിക്കൂടിൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം വേറൊന്നുമല്ല, അവരുടെ കുടുംബ ക്ഷേത്രം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരൊക്കെ പോവാണ്, അല്ല അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഒരു 3-4 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവർ കാറൊക്കെ സുധീഷ് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലോട്ടായി. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാന്ദിനിയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ചാന്ദിനിയെ ഇവിടെ നിർത്തിയിട്ട് പോകാനോ അല്ലെങ്കിൽ അവിനാശിൻ്റെ അടുത്ത് നിർത്തിയാൽ പിന്നെ പണിയാവും. കാരണം വേറൊന്നുമല്ല, ചിലപ്പോൾ ആ മുറച്ചെറുക്കനും അവൻ്റെ ഗുണ്ടകളും വന്ന് ചിലപ്പോൾ ചാന്ദിനിയെ കൊണ്ടുപോയാലോ. അതുകൊണ്ട് നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട് ചാന്ദിനിയെ കൂടെ എന്തായാലും നമുക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അവർ പോകാനുള്ള യാത്ര തുടങ്ങി. അപ്പോൾ ഭാസ്കരനെ കൊണ്ടുപോകുന്നതിനോട് അവർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല. അപ്പം നിധി പറഞ്ഞു അത് പറ്റില്ല, അച്ഛനും കൂടെ വേണം, എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണമെന്ന് സുഭാഷും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി അവിടെ എത്തുകയാണ്. അപ്പം നമ്മുടെ സുധീഷ് അവിടെ മണി എന്ന് പേരുള്ള ഒരു ചേട്ടനെ വിളിച്ച് പല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താമസിക്കാനുള്ള ഒരു വീടും 3-4 ദിവസത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ അങ്ങനെ റൂമൊക്കെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അവർ അവിടെ ഉള്ളൊരു ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സുധീഷ് അവിടെ ഒരു വീട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അവിടെ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കരൻ പതുക്കെ വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് നൂത്തടിച്ചങ്ങ് പോവേനെ കേട്ടോ. അപ്പം സുധീഷും സുഭാഷും ചോദിച്ചു, അച്ഛൻ ഇത് എങ്ങോട്ട് പോവാ? ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, ഇനി എങ്ങോട്ടെങ്കിലും പോയാൽ അച്ഛനെ തപ്പി നടക്കാൻ ഞങ്ങൾക്ക് ഇവിടെ അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. എടാ നീയൊക്കെ പോടാ, ഞാൻ ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന മണ്ണിൽ എനിക്കറിഞ്ഞുകൂടാത്ത വഴിയോ? നീയൊക്കെ നിൻ്റെ പാട് നോക്കി പോക്കോ, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോക്കോ, ഞാൻ അവിടെ എത്തിയേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ പോവാണ്. അപ്പോഴേക്കും സുഭാഷും സുധീഷും മുഖത്തോട് മുഖം നോക്കി നിൽക്കണം കേട്ടോ. അവസാനം സുധീഷ് ആ ചേട്ടനെ വിളിക്കുകയാണ്, ആ മണിയെന്ന് പേരുള്ള ചേട്ടനെ. അങ്ങനെ ആ ചേട്ടൻ വരണനുസരിച്ച് അയാൾ വന്നിട്ട് ചോദിച്ചു, ഈ സുധീഷല്ലേ എന്നെ വിളിച്ചിരുന്നത്? അപ്പോൾ അതെ, ഇത് മണിച്ചേട്ടനല്ലേ എന്ന് സുധീഷ് തിരിച്ച് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർക്ക് താമസിക്കാനുള്ള വീട്ടിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഏട്ടാ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള വീട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്ത വീടാണ്. അങ്ങനെ അവർക്ക് സന്തോഷമായി, അവരെല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മണിച്ചേട്ടൻ പറഞ്ഞു, അല്ല നിങ്ങളുടെ കുടുംബക്കാർ ഇവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ടല്ലോ, അമ്പലത്തിൽ വിശേഷമായിട്ട് അവരൊക്കെ പൂജയ്ക്കും മറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാരോ? അതാരാ? അപ്പോഴേക്കും അവരെല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പം കാണാം നമ്മുടെ സുനന്ദ ഇറങ്ങി വരെയാണ്. അപ്പോൾ എല്ലാവരും അതിശയപ്പെടുകയാണ്, സുഭാഷും നിധിയും സുധീഷൊക്കെ. അല്ല ഇതാരൊക്കെയാ? സുഭാഷ് ചേട്ടനും നിങ്ങളൊക്കെ ഇതെപ്പോൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ ഓടി വരാം കേട്ടോ. അപ്പം നിധി അന്തളിക്കാണ്. അപ്പം ആരോടെ വന്നേ സുനന്ദ നീ എന്ന് ചോദിക്കാണ്. ഞാനും അഖിയേട്ടനുണ്ട്, പിന്നെ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിവിടെ എന്തേ? അത് ഞങ്ങൾ കുറച്ച് പൂജയും വഴിപാടും ഒക്കെ ചെയ്യാനായിട്ട് വന്നതാണെന്ന് നിധിയും പറയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ സുനന്ദയുടെ അമ്മ തുളസി വരെയാണ് കേട്ടോ. തുളസി വന്നിട്ട് ചോദിക്കുകയാണ്, ഓ ഇത് ആരാ? നീയൊക്കെ എന്തേടാ ഇവിടെ? ഇത്രയും നാളൊന്നും നിന്നെയൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എന്താണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് സുനന്ദയുടെ അമ്മ ഒച്ചയെടുക്കുകയാണ് കേട്ടോ. അമ്മേ ഒന്ന് മിണ്ടാതിരി അമ്മേ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ചോദിക്കും, അല്ല ഇതെന്നാ കുടുംബ സ്വത്തായിട്ട് അമ്മായിക്ക് ആരെങ്കിലും എഴുതി തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ സുനന്ദയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരെയാണ്. കാരണം സുധീഷിന് വാ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് നല്ല വർത്തമാനം പറയും. ഹരീഷും അതുപോലെ തന്നെ വിട്ടുകൊടുക്കില്ല. കേട്ടോണ്ട് നിൽക്കുന്നത് മിക്കവാറും നമ്മുടെ സുഭാഷ് മാത്രമേ കേട്ടോണ്ട് നിൽക്കുകയുള്ളൂ. സുധീഷിനും ഹരീഷിനും അങ്ങനെ കേട്ടോണ്ട് നിൽക്കൽ എന്തായാലും പറ്റൂല. അങ്ങനെ അവർ അകത്തോട്ട് മണിച്ചേട്ടൻ പറയേണ്ടത് നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാം കാണിച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മുടെ സുഭാഷ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടുത്തെ പൂജയെക്കുറിച്ചോ അമ്പലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല, അപ്പോൾ എല്ലാം ഒന്ന് വിശദമാക്കി പറഞ്ഞു തരണം ചേട്ടാന്ന് പറഞ്ഞു. അതൊക്കെ എന്താ, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുനന്ദയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ അവർ റൂമിലോട്ടൊക്കെ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ സുധീഷ് മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചൊക്കെയാണ്. കാരണം കിച്ചണിലോട്ട് അങ്ങനെ
കയറണ്ട, ഇനി കിടന്ന് പാടുപെടണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം നിധിക്ക് ഇടയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാനായിട്ട് നിധി കിച്ചണിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴേ നമ്മുടെ സുനന്ദയുടെ അമ്മ ഭയങ്കര കുക്കിങ്ങാണ്. കാരണം മരുമോനും മോക്കും ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിധി ചെന്നപ്പം നീ എന്താ ഇങ്ങോട്ട്, സുനന്ദയുടെ അമ്മ ചോദിക്കുകയാണ്. അല്ല, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു ആൻറ്റി എന്ന് പറഞ്ഞു. ചൂടുവെള്ളമോ? പൊയ്ക്കോണോ ഇവിടെ നിന്ന്, വന്നേക്കണു കുറേ തറവാട്ടുകാർ, ഇവിടെ ചൂടുവെള്ളമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിധീനെ ആട്ടി വിടുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സുധീഷ് പെട്ടെന്ന് കയറി വരികയാണ്. ഇത് കണ്ട സുധീഷ് വെറുതെ ഇരിക്കുമോ? നിധീനെ തൊട്ടെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ നിധീനെ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ സുധീഷ് വെറുതെ അടങ്ങിയിരിക്കുമോ? സുധീഷ് അപ്പം തന്നെ ആ അടുപ്പത്തിരുന്ന കറി അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടേ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചു. നമ്മുടെ തുളസിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്താ പറയണേ, സുധീഷിൻ്റെ കൂടെ അങ്ങനെ അധികം അടിക്ക് പോകില്ല, പോയി കഴിഞ്ഞാൽ അവൻ വിട്ടു കൊടുക്കില്ല എന്നുള്ളത് സുനന്ദയുടെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊന്നും മിണ്ടാനോ പറയാനോ ഒന്നും നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിധി കുറച്ച് ചൂടുകളൊക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മണിച്ചേട്ടൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അതെ സുഭാഷിൻ്റെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നികേഷും സുഭാഷും നിൽക്കുമ്പോഴാണ് കൊണ്ടുവന്ന് കൊടുക്കണേ. അപ്പോൾ പറഞ്ഞു, അതെ ഇവിടെ സുധീഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ നിന്നുള്ള ഫുഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെ എന്നൊക്കെ ആ ചേട്ടൻ പറയുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഇവിടെ കിച്ചണിൽ നിങ്ങളുടെ അമ്മായി ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉണ്ടാക്കില്ലേ? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, അതിന് അവർ നമ്മളുമായിട്ട് നല്ല ടേംസ് ഒന്നും അല്ല, അവരുമായിട്ട് ഒരു മനുഷ്യൻ പോലും യോജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ മണിച്ചേട്ടൻ പറഞ്ഞിട്ട്, ശരി നാളെ അപ്പോൾ രാവിലെ പൂജയ്ക്കൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ തയ്യാറാക്കി വന്നോണം എന്നൊക്കെ പറയണേ. അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അതെ ഇത്രയും നാളൊന്നും നിങ്ങളെയൊന്നും ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഒരു പൂജയ്ക്ക് വന്നിക്കണോ, നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇരിക്കണമെന്നും ചോദിച്ചുകൊണ്ട് സുനന്ദയുടെ അമ്മ കിടന്ന് ചാടാട്ടോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമ്പലത്തെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു, ചോദിച്ചെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നതേ, ഇനി ആ പൂജ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ വന്നിക്കണേ, ഞങ്ങളുടെയും കഷ്ടകാലങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ എന്നിങ്ങനെ പറയണം. മാറും അങ്ങ് ഇരുന്നാൽ മതി എന്ന മട്ടിൽ പറയണം കേട്ടോ സുനന്ദയുടെ അമ്മ. മണിച്ചേട്ടൻ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കഴിക്കണം. അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സുനന്ദയും അഖിലും കൂടെ അതുവഴി വരുമ്പോഴത്തേക്ക് നമ്മുടെ സുധീഷും നമ്മുടെ സുഭാഷും കൂടെ, സുഭാഷ് അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ സുനന്ദേനെയും അഖിലിനെയും വരാൻ പറഞ്ഞ് വാ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയും. അഖിൽ പിന്നെ എല്ലാവരുടെയും നല്ല കമ്പനിയാണല്ലോ. അപ്പോൾ സുനന്ദയ്ക്ക് സന്തോഷം. അങ്ങനെ സുഭാഷ് അവർക്കൊരു പാത്രം എടുത്തിട്ട് അവർക്കും കൂടെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുനന്ദയുടെ അമ്മ അങ്ങോട്ട് വരെയാണ്. വന്ന് കാണുന്ന കാഴ്ച, ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ ആഹാരം ഉണ്ടാക്കിയിട്ട്, എടി ഒരുമ്പെട്ടവളെ, നീ അവനെയും കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് തിന്നിയാണോടി എന്ന് ചോദിച്ചുകൊണ്ട് സുനന്ദേനെ വേണ്ട ഒച്ച എടുക്കേണ്ടത്. എന്നിട്ട് പറയാം, മരുമോനെ നിനക്ക് വേണ്ട ഫുഡൊക്കെ അമ്മായിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ച് നിൻ്റെ വയറ് കേടാക്കണോ മോനെ? അല്ലമ്മേ, ഞങ്ങൾ ഇവർ പറഞ്ഞപ്പോൾ പിന്നെ കമ്പനി കൊടുക്കാമെന്ന് വെച്ച് കഴിച്ചതാ. എന്തായാലും വാ എഴുന്നേറ്റെന്ന് ഞാൻ. അപ്പോൾ സുനന്ദ പറഞ്ഞു, അമ്മ പൊക്കോ, ഞാൻ എന്തായാലും അഗേറ്റിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ അമ്മേനെ സുനന്ദ പറഞ്ഞങ്ങ് വിടേനെ കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി കുളിക്കാനായിട്ട് വരെയാണ്. കുളിക്കാനായിട്ട് വന്നപ്പോൾ ബാത്റൂമിൽ ലൈറ്റില്ല. അപ്പോൾ ചാന്ദിനിക്കൊരു ചെറിയ പേടി കേട്ടോ. അപ്പോൾ ചാന്ദിനി അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ ചോദിച്ചു, എന്തു പറ്റി, കുളിക്കാൻ പോയിട്ട് എന്താ കുളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ചാന്ദിനി പറഞ്ഞു, അവിടെ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണോ കാര്യം? അങ്ങനെ അതെന്തോ ഇതായി കിടന്നേയിരുന്നു. അപ്പം നമ്മുടെ സുനന്ദ ചെന്ന് അത് റെഡിയാക്കി സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ കുളിക്കാനായിട്ട് ഇങ്ങനെ ചാന്ദിനി കാലെടുത്ത് വെച്ച് ഇങ്ങനെ പോണതും ചാന്ദിനി തെന്നി അങ്ങ് വീഴാൻ പോട്ടോ. ആ കറക്റ്റ് ടൈമിൽ സുഭാഷ് അവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതും സുഭാഷിൻ്റെ കയ്യിലോട്ട് ചാന്ദിനി അങ്ങ് വീഴണം കേട്ടോ. ചാന്ദിനിക്ക് വല്ലാത്തൊരു നാണമായിപ്പോയി. കാര്യം ഒരു അന്യ ആണിൻ്റെ കയ്യിൽ വീണയില്ലേ, അപ്പോൾ ആ ഒരു വല്ലാത്തൊരു നാണം വന്നു കേട്ടോ. അപ്പോൾ സുഭാഷ് എന്തോ പോലെ ആയിപ്പോയി. ഇത് കണ്ടുകൊണ്ട് ഇന്ന് സുനന്ദ ഒരു ചിരി അങ്ങ് ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് സുനന്ദയ്ക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ഇവർ തമ്മിൽ നല്ലൊരു ചേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ. അത് കഴിഞ്ഞ് നികേഷിൻ്റെ അടുത്ത് പോയി സുനന്ദ കാര്യങ്ങളൊക്കെ തിരക്കിയാണ്, ഈ കുട്ടി ഏതാണ്, ഇതാരാണ്. അപ്പം നമ്മുടെ നികേഷ് കാര്യങ്ങളൊക്കെ പറയണു. അപ്പോഴേക്കും ചാന്ദിനി നമ്മുടെ സുനന്ദ പറഞ്ഞു, ചാന്ദിനിയും സുഭാഷിന് നല്ല ചേർച്ചയുണ്ട്, നമുക്ക് അവരെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താലോ എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നികേഷ് പറയും, അങ്ങ് ചെന്നാൽ മതി, സുഭാഷേട്ടന് അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, നമ്മൾ കല്യാണക്കാരിയായിട്ട് അങ്ങോട്ട് ചെന്നാൽ ഓടിക്കും നമ്മളെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെല്ലാവരും പോകാനുള്ള യാത്രയൊക്കെയാണ്. അങ്ങനെ അമ്പലത്തിലെത്തി. അപ്പം ഭാസ്കരൻ അവിടെ രാവിലെ തന്നെ എത്തുകയാണ് അമ്പലത്തിൽ. കാരണം അമ്പലത്തിൽ രാവിലെ തന്നെ എത്തി സീറ്റൊക്കെ പിടിക്കുകയാണ്. ഭാസ്കരന് എന്നും പണ്ട് തൊട്ടേ പോയി വന്ന് ഉള്ള ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ
ഉള്ളതുകൊണ്ട് വഴിയും കാര്യങ്ങളൊന്നും തെറ്റൂല. അങ്ങനെ ഭാസ്കരൻ അവിടെ എത്തി കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി സുധീഷും സുഭാഷും ഹരീഷും നികേഷും ഇവരെല്ലാവരും അവിടെ എത്തി. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പം പൂജാരി പൂജ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ സുനന്ദയും അമ്മയും അഖിയൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ സുനന്ദയുടെ അമ്മ ചെന്നപ്പോൾ ഇവരൊക്കെ അങ്ങ് ആദ്യമേ എത്തി. സുനന്ദയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? സുനന്ദയുടെ അമ്മയ്ക്ക് ദേഷ്യം വരെയാണ്. ഇത്രയും നാളൊന്നും ഇല്ലായിരുന്നു പൂജയും വഴിപാടുകളും ചെയ്യാൻ, ഇപ്പോൾ എവിടെന്നോ ഇറക്കുമതി പോലെ വന്നൊക്കെയാണ്. അതെ തിരുമേനി, ഞങ്ങളല്ലേ ഇവിടെ കൃത്യമായിട്ട് എല്ലാ കൊല്ലവും പൂജകളും മറ്റ് വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പുതുതായിട്ട് വന്നവരെ കയറ്റി ഇവിടെ നിങ്ങൾ ഇരുത്തിയിരിക്കണ ശരിയായ കാര്യമല്ല എന്നും പറഞ്ഞ് സുനന്ദയുടെ അമ്മ അടിയുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പൂജാരി മനസ്സിലോർത്തു, ശരിയാ, വർഷങ്ങളായിട്ട് അവരാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ ആൾക്കാർക്കല്ലല്ലോ, പഴയ ആൾക്കാർക്കല്ലേ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ മണിച്ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം മണിച്ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ സുധീഷും സുഭാഷും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമ്പലത്തെക്കുറിച്ചുള്ള അറിവൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്തായിട്ട് ജാതകത്തിൻ്റെ ഒരു ആവശ്യം വന്ന് നോക്കിയപ്പോൾ ജ്യോത്സ്യനാണ് പറഞ്ഞത് ഇങ്ങനെ കുടുംബക്ഷേത്രം ഉണ്ടെന്നും അവിടെ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയും നാളത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കണം. അതിന് വേണ്ടുന്ന പൈസയും കാര്യങ്ങളും എത്രയാണെങ്കിലും തന്നയ്ക്കാന്ന് നമ്മുടെ സുഭാഷും സുധീഷൊക്കെ പറയണം. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, തിരുമേനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയണം. അതൊക്കെ നമുക്ക് ചെയ്യാം, നിങ്ങൾ ഒരുമിച്ചൊന്നും ആ പണമൊന്നും തരേണ്ട കാര്യമില്ല, കാരണം അത് ഓരോ വർഷം ഇനി നിങ്ങൾ എന്തായാലും വരുമല്ലോ, മണിച്ചേട്ടൻ പറഞ്ഞു, അത് കുറേശ്ശെയായിട്ട് നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദയുടെ അമ്മ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും നാളില്ല, ഞങ്ങൾ പൂജ ചെയ്യട്ടെ, നിങ്ങളെ പുതിയ ആൾക്കാർക്കൊന്നും ഒരു ഇതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞു, അല്ല ഈ കൊല്ലവും പൂജയുടെ പൈസയ്ക്ക് ഞാൻ നിങ്ങളെ എത്ര പ്രാവശ്യം പിടിച്ചാലാ പൈസ തരണേന്ന് സുനന്ദയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സുനന്ദയുടെ അമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു നാണക്കേടായിപ്പോയി. പൈസ ചോദിച്ച് പല പ്രാവശ്യം ചോദിച്ചിരിക്കുമ്പോഴാണ് ആ പൈസ തരണത്, അല്ലാണ്ട് മറ്റു ഓർത്തൊന്നും നിങ്ങളും തരാറൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ നിധിയും അതോടൊപ്പം തന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സുനന്ദയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസത്തെ പൂജയിൽ ഒരു പൂജയുണ്ട്. അപ്പോൾ ആ പൂജയിൽ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് പൂജാരി അവിടെ പറയുന്നുണ്ട്. സ്ത്രീകൾ ചെയ്യേണ്ട വഴിപാടാണ്, അതൊരു നേർച്ചയാണ്. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, ഞാൻ ആ പൂജ ചെയ്തോളാം, അല്ല ആ വഴിപാട് ഞാൻ ചെയ്തോളാം, സ്ത്രീകൾ ചെയ്യേണ്ടില്ല. അപ്പോൾ സുധീഷിനാകെ ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് വഴിപാടാ എന്ത് നേർച്ചയാണെന്നൊന്നും അറിയില്ലല്ലോ, അതെന്താണെന്ന് അറിയാണ്ട് നിധി എന്തിനാ ഏറ്റിയെന്നുള്ള രീതിയിൽ സുധീഷും സുഭാഷും ഒക്കെ ചോദിച്ചു. അത് കുഴപ്പമില്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, എന്ത് റിസ്ക് വന്നാലും ഞാൻ ഏറ്റെടുക്കും, ഈ കഷ്ടകാലങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറട്ടെ എന്ന് നിധി അവരോട് പറയാൻ കേട്ടോ. എന്നാലും ഹരീഷ് ഉൾപ്പെടെ പറഞ്ഞു, നികേഷും പറഞ്ഞു, എന്തായാലും ഏത് പൂജയാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ മണിച്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഈ നാളത്തെ പൂജ എന്താണെന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ മണിച്ചേട്ടൻ, അത് എല്ലാ കൊല്ലവും സ്ത്രീകൾ ചെയ്യണ ഒരു പൂജയാണ്, അതായത് തീച്ചട്ടി കയ്യിലെടുക്കുക എന്നുള്ളത്. ഇത് കേട്ടതും നിധിയും സുധീഷും ഞെട്ടിപ്പോണ്, എല്ലാവരും പേടിച്ചു പോയി. അങ്ങനത്തെ ഒരു കാര്യം സുഭാഷ് പറഞ്ഞു, വേണ്ട അങ്ങനത്തെ കടുത്ത പൂജകളും നേർച്ചകളും ഒന്നും മോള് ചെയ്യാനായിട്ട് നിൽക്കേ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നിധിക്കും ആകെ ഒരു പേടിയായിപ്പോയി. അയ്യോ തീച്ചട്ടിയൊക്കെ എങ്ങനെയാണ് കയ്യിലെടുക്കണേ, എനിക്ക് പേടിയായിട്ട് പാടില്ലല്ലോ എന്ന രീതിയിൽ നിധിയും പതുക്കെ പിന്മാറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് നിധി തൊഴാനായിട്ടൊക്കെ പോവാണ്. അങ്ങനെ നികേഷും കൂടെ തൊഴാനായിട്ട് ചെന്നപ്പോൾ അവിടെ നേർച്ച ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സുനന്ദ നിൽക്കുകയാണ്. അപ്പം നിധി ചെന്നിട്ട് ചോദിച്ചു, സുനന്ദ നീ എന്താ ചെയ്യണേ? അപ്പോൾ പറഞ്ഞു, അതെ ഈ എല്ലാ കൊല്ലവും അമ്മയാണ് തീച്ചട്ടി എടുക്കണത്, ഇക്കൊല്ലം ഞാൻ തന്നെ എടുക്കാമെന്ന് വെച്ചു. അല്ല അപ്പം നിധി ചോദിച്ചു, അല്ല അപ്പോൾ കൈയൊന്നും പൊള്ളില്ലേ സുനന്ദയെന്ന് ചോദിക്കുകയാണ്. കൈയൊന്നും പൊള്ളില്ലാന്നേ, നമ്മൾ നന്നായിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് ആ ഒരു ഒരു ആത്മധൈര്യത്തോടു കൂടി പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ചെയ്ത കൈയും പൊള്ളില്ല, ഒന്നും പൊള്ളില്ല നിധി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്കൊരു ആത്മധൈര്യം വരണം കേട്ടോ. അങ്ങനെ നിധിയും പറയണം, ഞാനും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം നികേഷും നിധിയും കൂടെ തൊഴാൻ പോയിട്ട് തിരിച്ച് വരണയും കാത്ത് നമ്മുടെ സുഭാഷും ഹരീഷും സുധീഷും കൂടെ അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ സുധീഷ് നോക്കിയപ്പോഴത്തേക്കാണ് ആ നേർച്ചക്കാരുടെ കൂട്ടത്തിൽ നിധിയും കയറി നിൽക്കുക ഈ വഴിപാട് ചെയ്യാനായിട്ട്. സുധീഷ് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. നിധി നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, കൈയൊക്കെ പൊള്ളും, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ സുധീഷ് നിധിയെ. അങ്ങനെ നിധി പറഞ്ഞു, സാരയില്ല, എന്തായാലും നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറട്ടെ, അതിന് വേണ്ടിയിട്ടല്ലേ, സാരയില്ല സുധീഷ് എന്ന് പറഞ്ഞിട്ട് നിധി നിൽക്കുകയാണ്. അങ്ങനെ തിരുമേനി വന്നിട്ട് ഈ നേർച്ച എടുക്കുന്ന തീച്ചട്ടി എടുക്കുന്നവർക്ക് പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ കൊടുക്കുകയാണ്. കാരണം ഇത് അടിയിൽ പിടിച്ചിട്ട് വേണം ഈ ചട്ടി കയ്യിൽ ഈ ഇരിക്കുന്ന ക്ഷേത്രം ചുറ്റിയിട്ട് കറങ്ങി അപ്പുറത്തൊരു ക്ഷേത്രവും കൂടെ ഉണ്ട്, അതും അവിടെയും കൂടെ അതിൻ്റെ വേറൊരു എന്തോ രൂപമുണ്ട്, അപ്പോൾ അവിടെയും കൂടെ ചുറ്റി വലം വെച്ച് വേണം
ഇതിവിടെ കൊണ്ട് വയ്ക്കാൻ. സുധീഷിന് ഇത് കേട്ടപ്പോൾ ആകെ ടെൻഷനാണ്. കാരണം നിധിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ കേസ് സുധീഷിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ആകെ ഇടങ്ങേറായിട്ട് അങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വളരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നിധിക്ക് ചൂടൊക്കെ അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ സുധീഷ് എവിടുന്ന് കുറച്ച് ആര്യവേപ്പിലയും കൂടെ ഒക്കെ കൊണ്ടുവന്ന് കട്ടിക്ക് പിടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിധി അവസാനം അതൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് അവസാനം ആ ഒരു വഴിപാട് നിധി പൂർത്തീകരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുനന്ദയുടെ അമ്മ ഇവളിപ്പം തന്നെ ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെ കുറേ വെല്ലുവിളിച്ചതാണ്. ആ വെല്ലുവിളിയുടെ പുറമെയാണ് കേട്ടോ നമ്മുടെ നിധി ഈ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഇറങ്ങിയത്. അങ്ങനെ അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അവർ വീട്ടിലൊക്കെ എത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയുടെ കയ്യിൽ വെക്കാനായിട്ട് സുധീഷ് ഓടി ചെന്ന് ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ. നിധിക്ക് അതൊക്കെ കണ്ടപ്പോൾ എന്തോ സുധീഷിനോട് വല്ലാത്ത ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നിയാണ്. കാരണം തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യമായിട്ട് സുധീഷ് ഓടി നടക്കണ കണ്ടപ്പോൾ നിധിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ശകലം ഒരു ഇതൊക്കെ തോന്നുകയാണ്. നമ്മുടെ നിധി സുധീഷ് അവരൊക്കെ വീട്ടിലെത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ ഒന്ന് ചുറ്റിയടിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് 4 കല്ല് വന്ന് നിൽക്കേണ്ടത്. ഭാസ്കരൻ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണുന്നതല്ലേ. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് ഒന്ന് വൂസായിട്ടൊക്കെയാണ് വന്നിരിക്കണേ. അപ്പോൾ ഇതൊക്കെ കണ്ട സുധീഷിനും ഹരീഷിനും അതുപോലെ സുഭാഷിനും നികേഷിനൊക്കെ ഭയങ്കര ദേഷ്യം പറയണേ. നിധി ഒന്ന് തുറപ്പിച്ച് നോക്കി. അപ്പോഴേക്കും ഭാസ്കരൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ മക്കളും മരുമക്കളൊക്കെയാണിത്. എന്നിട്ട് സുഭാഷിനെ സുധീഷിനെ ഹരീഷിനെ നികേഷിനെ നിധിയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് എന്നാൽ ഓക്കെ നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതുവിനെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഖിലും അമ്മയും അച്ഛനും കൂടെ ചേർന്ന് സീതയും ചന്ദ്രനും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹരീഷ് ഇല്ലാത്തൊരു തക്കം നോക്കി ചെറിയൊരു പണി ഒപ്പിക്കാൻ നോക്കിയാണ്. അതായത് നീതുവിൻ്റെ കല്യാണം. അത് വേറെ ആരുമല്ല, പിന്നെ അഖിലിൻ്റെ ഒരു കൂട്ടുകാരൻ മിഥുൻ എന്ന പേരുള്ള ഒരു പയ്യനുണ്ട്. അവനറിയാം നീതുവും ഹരീഷും തമ്മിൽ ലൈനൊക്കെയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഹരീഷ് ഇല്ലാത്ത സമയത്ത് അവരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അഖില് പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മുടെ മിഥുനെ കൊണ്ടുവരികയാണ്. അപ്പം വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് ആദ്യം ചന്ദ്രനും സീതയൊക്കെ അത് എതിർത്തുവെങ്കിലും പിന്നീട് പറഞ്ഞു എടാ എല്ലാം നടക്കുമോ, ഒക്കെ നടക്കും, അമ്മ ധൈര്യമായിട്ടിരിയെന്ന് പറഞ്ഞ് നീതുവിനെ എങ്ങനെയെങ്കിലും അമ്പലത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അപ്പം നീതു അവൻ്റെ പതിവില്ലാണ്ട് ഇന്ന് അമ്പലത്തിൽ പോകുമെന്നൊക്കെ പറയണത്. അപ്പോഴേക്കും നീതു ശരി ഞാൻ വരാൻ പറയും. അപ്പം പറയും അഖിൽ പറയും നീ സാരി ഉടുത്തുകൊണ്ട് വന്നാൽ മതി. സാരിയോ അതെന്തിനാ, ആ സാരി ഉടുക്ക്, ഓ എന്നാ സാരി. അങ്ങനെ നീതുവിന് ഇതൊന്നും അറിയില്ലല്ലോ. നീതു സാരിയൊക്കെ എടുത്ത് അമ്പലം എത്താറാകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും അഖിലും ഒക്കെ ഉണ്ട്. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണെന്ന് പറയും. ഓ അതാണോ സാരിയൊക്കെ കൊടുക്കാൻ പറഞ്ഞെന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ നീതു സാരിയൊക്കെ എടുത്ത് അമ്പലത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിഥുൻ അഖിലിൻ്റെ കൂട്ടുകാരൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നീതുവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറയും. അപ്പോൾ നീതു വെച്ച് ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്, അതെ ഇന്ന് നിൻ്റെ കല്യാണമാണ്, ഞങ്ങൾ ഇന്ന് നിൻ്റെ കല്യാണം നടത്താനായിട്ട് പോകുമെന്ന് പറയും. നീതു അങ്ങ് ഞെട്ടാണ്. എന്താ ഈ കാണിക്കണേ, എൻ്റെ കല്യാണോ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നീതു കുറേ എതിർത്തു കേട്ടോ. പക്ഷേ അവരെല്ലാവരും കൂടെ പിടിച്ച് നീതുവിനെ അവിടെ ഇരുത്തുകയാണ്. അപ്പം നീതു മിഥുൻ്റെ അടുത്ത് ചോദിക്കും എടാ നിനക്കറിയില്ലേ ഞാൻ ഹരീഷ് ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, പിന്നെ നീ എന്ത് മാങ്ങാത്തോര് കണ്ടിട്ടാടാ എന്നെ കെട്ടാൻ നിൽക്കേണ്ടത്, അതൊന്നും എനിക്ക് വിഷയമല്ല, അഖിലിനും അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എനിക്ക് എന്നാ കുഴപ്പം എന്ന് മിഥുൻ ചോദിച്ചു. അപ്പോൾ അവസാനം പഠിച്ച പണി ഒക്കെ നോക്കിയാണ്. നീതുവിന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. അപ്പോൾ ചുറ്റിനും കൂട്ടുകാരും നമ്മുടെ അഖിലിൻ്റെ കുറച്ച് കൂട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും നോക്കി നിൽക്കി ആ ഞെട്ടിക്കുന്ന രഹസ്യം നീതു അങ്ങ് പറയണ. അതെ നിങ്ങൾ എന്നെ കെട്ടിച്ചോ, എൻ്റെ വയറ്റിൽ ഹരീഷിൻ്റെ 2 മാസം വളർച്ചയുള്ള ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് പറയും. എല്ലാവർക്കും ഇടിവെട്ടിയ കണക്ക് അങ്ങ് ആയിപ്പോവില്ലേ. കാരണം എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതൊക്കെ സംഭവിച്ചു. അപ്പോഴേക്കും മിഥുൻ ചോദിക്കുന്നത് എടാ അഖിലേ ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എവളെന്തൊക്കെയാണ് പറയണേ. അഖിൽ പറഞ്ഞു അതെ അതൊക്കെ അവളുടെ സ്ഥിരം പഴയ നമ്പറുകളാണ്, നീ അതൊന്നും വിശ്വസിക്കണ്ട. അപ്പോഴേക്കും നീതു പറയും എന്നെ ഇപ്പം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാൻ ചെയ്ത് നോക്ക്, എൻ്റെ ഹരീഷിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാം. അവസാനം മിഥുൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. നീതുവിൻ്റെ അമ്മയും അച്ഛനും ഞെട്ടിത്തെറിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയോ, ഇതെന്താ ഈ കേൾക്കണേ. അവസാനം സത്യം പറഞ്ഞാൽ അത് ഉള്ളതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാട്ടോ. നീതുവിൻ്റെ ഒരു നമ്പർ ആവാനാണ് സാധ്യത. എന്തായാലും ആ ഒരു കാര്യത്തിൽ നീതു വിജയിച്ചെടുത്തു. കാരണം ഹരീഷ് ഇല്ലാത്ത സമയം നോക്കി ഇവരെ പുതിയ പദ്ധതിയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം സോൾവ് ആക്കി വിട്ടു. കല്യാണം മുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ നീതുവിനെയും നിധി ഹരീഷ് അവരെയൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഒരു സന്തോഷമായിട്ട് ഇരിക്കുന്ന സീനും
കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി എന്തൊക്കെ വിശേഷങ്ങളാണ് വരുന്നതെന്ന്. നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഈ വിശേഷമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ ഇതേ ചാനലിൽ തന്നെ നമ്മൾ ഇനിയിപ്പോൾ രാത്രി നമ്മുടെ നോക്കട്ടെ, ഇവർ വിവാഹിതരായാൽ എന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ കിട്ടുകയാണെങ്കിൽ ഇടുന്നത്. കാരണം ശനി ഞായറും നമുക്ക് കാറ്റത്തെ കിളിക്കൂടും ഇവർ വിവാഹിതരായാലും ഇല്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു.